കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഉപകരണങ്ങൾ വിതരണം ചെയ്ത ഇനത്തിൽ ലഭിക്കാനുള്ള ലക്ഷ്യങ്ങൾ കുടിശ്ശികയായതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്തി ഏജൻസികൾ. ഓർത്തോ വിഭാഗം ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളാണ് വിതരണം അവസാനിപ്പിച്ചത്. നാളെ മുതൽ രോഗികളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെങ്കിൽ വിതരണ ഏജൻസികൾ കനിയണം. ഉപകരണങ്ങൾ എത്തിച്ചില്ലെങ്കിൽ മുട്ടുമാറ്റിവെക്കൽ ഉൾപ്പെടെ വിവിധ ശസ്ത്രക്രിയകൾ ഇന്നത്തോടെ മുടങ്ങും. അസ്ഥികൾ, സന്ധികൾ, ലിഗ്മെന്റ് എന്നിവയെ ബാധിക്കുന്ന പരിക്കുകൾ, ട്രോമ കേസുകൾ, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയവ പ്രതിസന്ധിയിലാകും. ഉപകരണ വിതരണം നിലയ്ക്കുന്നതോടെ ചികിത്സ തേടിയെത്തുന്നവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. ഉപകരണങ്ങൾ, മരുന്ന്, ഓക്സിജൻ എന്നിവ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് 10 കോടി രൂപയോളമാണ് മെഡിക്കൽ കോളേജ് നൽകാനുള്ളത്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ആരോഗ്യകിരണം പദ്ധതികളിലായി 30 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മെഡിക്കൽ കോളേജിന് നൽകാനുള്ളത്. സർക്കാരുകൾ ഇത് അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JSM സർജിക്കൽസ് കമ്പനി ഉപകരണങ്ങളുടെ വിതരണം നിർത്തി. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വിതരണം നിർത്തുമെന്ന് അറിയിച്ച് നേരത്തെ ആശുപത്രി സൂപ്രണ്ടിന് ഇവർ കത്ത് നൽകിയിരുന്നു. 36 ലക്ഷം രൂപയാണ് ഈ ഏജൻസിക്ക് നൽകാനുള്ളത്. ഇവർ ആശുപത്രിക്ക് കൈമാറിയിരുന്ന ടോട്ടൽ റീപ്ലേസ്മെന്റ് ഇംപ്ലാന്റ് സെറ്റ് തിരികെ കൊണ്ടുപോയി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JP ഓർത്തോ സർജിക്കൽസ്, ന്യൂ JP സർജിക്കൽസ് എന്നീ ഏജൻസികളും ഇന്നലെയോടെ ആശുപത്രിയിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവച്ചു. 32 ലക്ഷം രൂപയാണ് ഈ ഏജൻസിക്ക് നൽകാനുള്ളത്. പണമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ വിതരണം ചെയ്യാൻ കമ്പനികളിൽ നിന്ന് ഉപകരണങ്ങൾ ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് ഏജൻസി അധികൃതർ പറഞ്ഞു. ജനതാ ഫാർമസി വഴി മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ലക്ഷങ്ങളുടെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. മരുന്ന് വിതരണം നിർത്തേണ്ടി വരുമെന്ന് അറിയിച്ച് ഏജൻസികൾ ആശുപത്രി സൂപ്രണ്ടിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.